പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നലെ ഉമാ തോമസ് MLA കലൂർ സ്റ്റേഡിയത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ ദിവ്യ ഉണ്ണി ഉൾപ്പെടുന്ന ഒരു നൃത്ത പരിപാടിയിൽ ഗിന്നസ് ബുക്കുമായി ബന്ധപ്പെട്ട് ഗിന്നസ് ബുക്കിൽ എൻട്രി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ അവർ കാല് വഴുതി ഏകദേശം 18 അടി, ചില മാധ്യമങ്ങൾ 15 അടി എന്നൊക്കെ പറയുന്നുണ്ട്, ചിലയിടത്ത് 20 അടി എന്നൊക്കെ പറയുന്നുണ്ട്, താഴ്ചയിലേക്ക് പതിച്ച് ഗുരുതരമായ പരിക്കേറ്റ് വെന്റിലേറ്റർ ചികിത്സയിലായി എന്നുള്ള വാർത്ത ഇന്നലെ പുറത്തു വന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ചില മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകളിൽ വന്നപ്പോൾ അതിനടിയിൽ വന്ന കമൻറ്റുകളെക്കുറിച്ചാണ്. വളരെ ദുഃഖിപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന, കേരള മനസ്സാക്ഷിയെ ലജ്ജിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളുമായിട്ട് ചിലർ നിറഞ്ഞു നിന്നു വന്നതാണ്. പ്രത്യേകിച്ചും പെട്ടെന്നൊന്നും കൊണ്ടുപോകേണ്ട, താമസിച്ചു കൊണ്ടുപോയാൽ മതി, ചത്തില്ലേ എന്നിങ്ങനെയുള്ള കുറേ കമൻറ്റുകൾ. ഒരുപക്ഷെ അവരോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമായിരിക്കാം ഇത്തരം കമൻറ്റുകൾക്ക് പിന്നിൽ എന്ന് തോന്നുന്നു. എങ്കിലും ഒരു മനുഷ്യനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ ഒരു അമ്മയുടെ പ്രായമുള്ള 59 വയസ്സായ സ്ത്രീയാണ്. രാഷ്ട്രീയം എന്തുമാകട്ടെ, മതം ഏതുമാകട്ടെ, സംഘടന ഏതുമാകട്ടെ, അവർ താഴേക്ക് പതിക്കുമ്പോൾ, അവർ ഗുരുതരമായി പരിക്കേറ്റു എന്ന് വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്ഥിതിയായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത്. പെട്ടെന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥയിൽ ചേഞ്ചുകൾ വരികയാണെന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഞാൻ മിക്കപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുള്ളത് പോലെ കേരളത്തിന് മൊത്തമായി ഒരു മാനസിക ചികിത്സ വേണ്ട അവസ്ഥയിലേക്കാണ്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചല്ല, മറിച്ച് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അതിൻ്റെ പ്രവർത്തകരുടെയും ഒക്കെ, മതസംഘടനകളുടെയും മതങ്ങളുടെയും ഒക്കെ പ്രവർത്തന രീതി ഇങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയത്തിൻ്റെ, മതത്തിൻ്റെ, കൊടിയുടെയൊക്കെ നിറം നോക്കി ആളുകളെ ശപിക്കുകയും മരിക്കട്ടെ എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിൻ്റെ സാമൂഹിക മനസ്ഥിതി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ചില കുറ്റകൃത്യങ്ങളിൽ ആളുകൾ ഏർപ്പെടുമ്പോൾ അവരുടെ മതം നോക്കി വിമർശിക്കുകയും ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ചിലപ്പോഴൊക്കെ അത് ജില്ലകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാകുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കൊല്ലം ജില്ലയിൽ കുറച്ചധികം ക്രൈമുകൾ നടന്നപ്പോൾ കൊല്ലം ജില്ലയെ അവഹേളിച്ചുകൊണ്ടുള്ള ചില കമൻറ്റുകൾ ഞാൻ കാണുന്നതിനിടയിൽ. അപ്പോൾ ഈ ക്രൈമുകളും അല്ലെങ്കിൽ കുറ്റങ്ങളും ഈ ആപത്തുകളുമൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾക്കോ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നൊരു യാഥാർത്ഥ്യം പോലും തിരിച്ചറിയാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ വീഴ്ചകളിലും നൊമ്പരങ്ങളിലും ആഹ്ലാദിക്കുന്നതിൻ്റെ അവസ്ഥയും മനസ്സിലാകുന്നില്ല. ഞാൻ ഈ അവസരത്തിൽ പ്രതിഭാരിയുടെ കാര്യം കൂടി സൂചിപ്പിച്ചു വയ്ക്കുകയാണ്. കാരണം പ്രതിഭാരിയുടെ മകൻ കനിവ് ഇന്നലെ കഞ്ചാവ് കൈവശം വെച്ചതിന് അറസ്റ്റിലായിരുന്നു. അപ്പോഴും പ്രതിഭാരിയെ വേട്ടയാടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വെക്കട്ടെ, പ്രതിഭാരിയുടെ രാഷ്ട്രീയം എന്തായാലും അവരുടെ മകൻ ഏകദേശം എനിക്ക് തോന്നുന്നത് 18 വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയായ ഒരാളാണ്. അപ്പോൾ പ്രതിഭാഹാരി സിംഗിൾ പാരൻ്റാണ്. അവരുടെ ഹസ്ബൻഡുമായിട്ട് ഡിവോഴ്സായി, എനിക്ക് തോന്നുന്നു അദ്ദേഹം മരിച്ചുപോയെന്ന് കൂടിയാണ്. അപ്പോൾ ഡിവോഴ്സായി നിൽക്കുന്ന അവർക്ക് ഒരു പ്രായപൂർത്തിയായ അല്ലെങ്കിൽ ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞ മകനെ നിയന്ത്രിക്കുന്നതിന് നമ്മുടെ നാട്ടിൽ കുറച്ചധികം പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. മകൻ എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ ഒരു മാതാവ് എന്ന രീതിയിൽ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയത്തുമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു 18 വയസ്സാകുന്ന മകൻ അവനെപ്പോഴും മാതാപിതാക്കളുടെ കെട്ടുപാടുകൾ പൊട്ടിച്ച് പുറത്തേക്ക് പോകാനുള്ള ധൃതി അല്ലെങ്കിൽ ഒരു വ്യഗ്രത കാണിക്കുന്ന പ്രായമാണ്. നമ്മളുമൊക്കെ ആ പ്രായത്തിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ്. അവർ മിക്കപ്പോഴും ഈ മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് ഒരു സിംഗിൾ പാരൻ്റ്, ആ അച്ഛനില്ലാതെ അമ്മയുടെ തണലിൽ മാത്രം വളരുന്നവൻ അങ്ങനെ ഒക്കെ പോയിട്ടുണ്ടാകാം, ചില കൂട്ടുകെട്ടുകൾ പെട്ടിട്ടുണ്ടാകാം, ചിലപ്പോൾ കഞ്ചാവ് കേസുകളിലേക്ക് അകത്തായിട്ടുണ്ടാകാം. പക്ഷേ അതിന് അവൻ്റെ അമ്മയെ കൂടി ക്രൂരമായി വേട്ടയാടുന്ന ഒരു സ്ഥിതിവിശേഷം നല്ലതല്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം അവൻ അത്തരം കേസുകൾ പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ അത്തരം കേസുകളുമായി ബന്ധപ്പെട്ട മറ്റ് ഏതൊരാൾക്കും കൊടുക്കുന്ന നിയമവ്യവസ്ഥിതി തന്നെ അവനും ബാധകമാണ്. പക്ഷേ അതിന് അവൻ്റെ അമ്മയെ കൂടി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ നിഷ്ഠൂരമായി, മൃഗീയമായി ഒക്കെ ലൈംഗിക ചുവയുള്ള കമൻറ്റുകളുമായിട്ടൊക്കെ ആക്രമിക്കുന്നത് ഞാൻ കണ്ടു. പ്രതിഭാരിയും എന്ന് വെച്ചാൽ കനിവിൻ്റെ അമ്മയും ആക്രമിക്കുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെയാണ് ഇന്നലെ ഉമാ തോമസിൻ്റെ കാര്യവും പറയാനുള്ളത്. 15 അടിയോളം താഴ്ചയിലേക്ക് വീണ് വളരെ വലിയ പരിക്കുകളോടെ വെന്റിലേറ്ററിൽ കഴിയുന്ന അവരെയും അവരുടെ രാഷ്ട്രീയം നോക്കിയോ അല്ലെങ്കിൽ അവരുടെ അടുത്ത നിലപാടുകളുടെ പേരിലോ ഒക്കെ മരിച്ചില്ലേ, ഇപ്പോഴൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട, കുറച്ച് കഴിഞ്ഞ് മരിച്ച് ചത്തിട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള കമൻറ്റുകളുമായി ചിലർ നിറയുന്നതും കണ്ടു. വളരെ പരിതാപകരമെന്ന് തന്നെയാണ് എനിക്ക് ഈ കാര്യങ്ങളോട് പറയാനുള്ളത്. മറ്റൊന്നുകൂടി പറയാനുണ്ട്. ഈ കലൂർ സ്റ്റേഡിയത്തെ പോലുള്ള സ്ഥലങ്ങളിൽ ചടങ്ങുകൾ നടത്തുമ്പോൾ കുറച്ചുകൂടി സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. കാരണം നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ട്. ഇത്തരം ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ അവിടെ കുറേ അധികം പ്രാവശ്യം സെക്യൂരിറ്റി ചെക്കുകളൊക്കെ ഉണ്ടാകും.
എന്നിട്ട് മാത്രമായിരിക്കും ഇത്തരം സ്ഥലങ്ങളിൽ പരിപാടി അവതരിപ്പിക്കാനുള്ള സുരക്ഷാ സർട്ടിഫിക്കറ്റൊക്കെ നൽകി അവർക്ക് പരിപാടി അവതരിപ്പിക്കാൻ കഴിയുന്നത്. പക്ഷേ വളരെ നിർഭാഗ്യകരം എന്ന് പറയാം 15 അടിയോളം താഴ്ചയുള്ള ഒരു സ്ഥലത്ത് വെറും റിബൺ കൊണ്ട് കെട്ടിമറച്ചിരുന്നു. അതിനുശേഷമാണ് പരിപാടി നടത്തിയതെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് ശക്തമായ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒരുപക്ഷേ കുട്ടികളൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണ് ഈ കലൂർ സ്റ്റേഡിയം പോലെയുള്ള സ്ഥലങ്ങൾ കളികളും മറ്റും കാണുന്നതിന് വേണ്ടി. അപ്പോൾ മറിച്ചൊരു കുട്ടിയാണ് വീണിരുന്നതെങ്കിൽ സ്ഥിതി വളരെ ഗുരുതരമാകുമായിരുന്നു. മറിച്ചെന്തെങ്കിലുമൊക്കെ ആ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താകുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുമായിരുന്നു. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ സർക്കാരിൻ്റെ സുരക്ഷാ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ചെയ്യുന്നത് വീഡിയോയുമായി തൽക്കാലം വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജയ് ഹിന്ദ്.